നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്ലൈക്കോലിക് ആസിഡ് ക്രീമിനെ കുറിച്ചാണ്. ഇത് എന്തിനുപയോഗിക്കാം, എങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ഗ്ലൈക്കോലിക് ആസിഡ് ക്രീം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, അതുപോലെ തന്നെ കുത്തുകൾ, കുരു പൊട്ടിയ പാടുകൾ, അൺഈവൻ സ്കിൻ ടോൺ, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടുകൾ, ചിക്കൻ പോക്സ് ഒക്കെ വന്നിട്ട് അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റായിട്ട് പാടുകളൊക്കെ ഇങ്ങനെ കുത്തായിട്ടുള്ള പാടുകളൊക്കെ നമ്മുടെ സ്കിന്നിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ പാടുകളൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഒരു അല്പം എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി എടുത്തിട്ട് നൈറ്റിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. നമുക്ക് എവിടെയാണോ യൂസ് ചെയ്യേണ്ടത്, എവിടെയാണോ ഇപ്പോൾ കറുത്ത പാടുള്ളത് അവിടേക്ക് മാത്രം ഒരു തുള്ളി അല്പം തുള്ളി ഒന്ന് തേച്ച് കൊടുക്കുക. ആഴ്ചയിൽ 3 തവണയിൽ കൂടുതൽ ഇത് യൂസ് ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ആഴ്ചയിൽ 1 തവണ മാത്രമേ യൂസ് ചെയ്യുക, അതായിരിക്കും നല്ലത്. പിന്നെ ഇത് യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം മോയ്സ്ചറൈസർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ക്രീമൊക്കെ യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസ്, അതുപോലെ തന്നെ പൊള്ളുന്ന പോലുള്ള തോന്നൽ, എന്തെങ്കിലും ഇങ്ങനെ പീലായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ പീൽ ചെയ്ത് വരണ പോലുള്ള തോന്നലുകൾ, റാഷസ്, ഇച്ചിങ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ ഇങ്ങനെ ഓരോരോ പിമ്പിൾസൊക്കെ വരിക, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അപ്പം തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യുക. അതിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഫേസ് പാക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഹോം റെമഡീസൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ സ്കിന്നിൽ ഇതുപോലെയൊക്കെ ഉണ്ടാകുകയാണെങ്കിലും അതപ്പം തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. കാരണം നമ്മുടെ സ്കിന്നൊരു പരീക്ഷണ വസ്തു അല്ല. നമ്മുടെ സ്കിന്നെന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഹോം റെമഡീസൊക്കെ ചെയ്യുമ്പോൾ, ഹോം റെമഡീസ് എന്നല്ല എന്തെങ്കിലും ക്രീമോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുവരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ഇത് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇടാൻ പാടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ യൂസ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും അൺഡ്രൈ ക്രീംസുകൾ അതുകൾ മാത്രമല്ലാതെ വേറൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, പണി കിട്ടും. അപ്പോൾ ഈ ഗ്ലൈക്കോലിക് ആസിഡ് ക്രീം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഒരിക്കൽ കൂടി പറയുകയാണ്, മസ്റ്റാണ്. അത് ഒരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്യരുത്, പണി കിട്ടും, ഉറപ്പായിട്ടും പണി കിട്ടും. പിന്നെ അതുപോലെ തന്നെ മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ, വേറൊരു ക്രീമും അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൈക്കോലിക് ആസിഡ് ക്രീം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.